നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഒന്നടങ്കം നടുക്കിയ ഒരു വാർത്തയായിരുന്നു ഈ ഷാരോൺ വധക്കേസ്. നമുക്കറിയാം, ഗ്രീഷ്മ എന്ന പെൺകുട്ടി തന്റെ കാമുകനെ ഒഴിവാക്കാനായി ഈ ജ്യൂസിലൊക്കെ ഈ ഇത്തരത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ വാർത്ത. ഇപ്പോൾ അത് വധശിക്ഷയ്ക്ക് ആ പെൺകുട്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ സംഭവമൊക്കെ നമ്മളെ നടുക്കിയതാണ്. സമാനമായ ഒരു സംഭവം കൊച്ചിയിലും സംഭവിച്ചിരിക്കുന്നു. കൊച്ചി കോതമംഗലത്ത്. അതായത് ഇവിടെ സംഭവം മറ്റൊരു രീതിയിലാണ് എങ്കിൽ പോലും അൻസിൽ എന്ന യുവാവിനെ പെൺ സുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തിയിരിക്കുകയാണ് അല്ലെ. നടക്കുന്ന വാർത്തയാണ് അല്ലെ. അതായത് 38-കാരനായ അൻസിലിനെ 30-കാരിയായ പെൺ സുഹൃത്താണ് വിഷം നൽകി കൊലപ്പെടുത്തിയത് എന്നിപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം വിഷമൊഴിച്ചെന്നാണെന്ന് തെളിഞ്ഞാൽ ഇവരുടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോ ഈ കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ വർഷങ്ങളായി തന്നെ ഇത്തരത്തിൽ സൗഹൃദം പുലർത്തിയിരുന്നു. സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു ബന്ധമൊക്കെ ഈ പറയുന്ന വീട്ടുകാർക്കും അറിയാമല്ലോ. അതായത് അൻസിലിന്റെ വീട്ടുകാർക്ക് ഭാര്യയ്ക്കൊക്കെ അറിയാമായിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ ഈ പെൺകുട്ടിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന തരത്തിൽ അൻസിലിന് സംശയം തോന്നുന്നു. അങ്ങനെ സംശയം വരുമ്പോൾ അൻസിൽ ഇതിനെ കുറിച്ചൊക്കെ തർക്കമാകുന്നു. ഈ വീട്ടിൽ വന്ന് ബഹളം വെക്കുന്നു. അതായത് 29-ാം തീയതി വന്ന ഇത്തരത്തിൽ ബഹളം വെക്കുന്നു. പുലർച്ചെ 30-ാം തീയതി പുലർച്ചെയോടെ 4:30-യോടെ തന്റെ ഉള്ളിൽ വിഷം ഉള്ളിൽ ചെന്നു എന്ന അൻസിൽ തിരിച്ചറിയുന്നു. തുടർന്ന് ബന്ധുക്കളെയൊക്കെ ഇത്തരത്തിൽ വിവരം അറിയിക്കുന്നുണ്ട്. പോലീസിലും വിവരം അറിയിക്കുന്നുണ്ട്. ഇതിനിടെ തന്നെ ഈ പെൺകുട്ടി, ഈ 30-കാരി ഈ അൻസിലിന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ഉമ്മയോട് പറയുകയാണ്, നിങ്ങളുടെ മകൻ ഇവിടെ കിടപ്പുണ്ട്, വിഷം കഴിച്ച് കിടപ്പുണ്ട്, എടുത്തുകൊണ്ട് പോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു 30-കാരി പറയുകയാണ്. അപ്പോ ഇവർ ബന്ധുക്കളും പോലീസും ഒക്കെ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഈ പെൺകുട്ടി ഈ സമയത്തൊക്കെ ആ വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടി ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അയൽവാസികളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധമൊന്നും പുലർത്തിയിരുന്നില്ല. അപ്പോ ഈ ഒരു വീടിനുള്ളിൽ നടന്ന ഈ ഒരു വിഷയമൊന്നും അയൽവാസികൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഞെട്ടിക്കുന്ന സത്യം. ഈ പോലീസുകാരൊക്കെ വന്നതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് ഇവിടെ പോലീസ് വന്നത് എന്നുള്ളത് സംശയത്തിൽ അവിടെയുള്ള അയൽവാസികളൊക്കെ പുറത്തിറങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു മർഡർ അറ്റംപ്റ്റ് നടന്നു എന്ന് പോലും ആ നാട്ടുകാർക്ക് അറിയുന്നത് തന്നെ. അപ്പോ ഇത്തരത്തിൽ ആ ഒരു സമയത്ത് ഇയാളെ വിഷം കഴിച്ചുകൊണ്ട് ആംബുലൻസിൽ കയറ്റി ഇയാളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഈ കൊണ്ടുപോകുമ്പോൾ തന്നെ പോലീസ് ഈ പെൺകുട്ടിയെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. കാരണം ഏത് നിമിഷവും ഈ പറയുന്ന അൻസിലിന്റെ ഫാമിലിയിൽ നിന്ന് ഒരു അറ്റാക്ക് ഈ പെൺകുട്ടിക്ക് ഉണ്ടാകുമെന്ന് പോലീസ് ആ നിമിഷം മനസ്സിലാക്കുന്നു. തുടർന്ന് ആദ്യം കൊണ്ടുപോയത് ഒരു രഹസ്യ കേന്ദ്രത്തിലേക്കായിരുന്നു. തുടർന്ന് ആംബുലൻസിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു ബന്ധുവിനോട് ഈ അൻസിൽ പറയുന്നത് തന്നെ അവൾ ചതിച്ചു എന്ന് പറയുകയാണ്, തനിക്ക് വിഷം അവൾ തന്നു എന്ന് പറയുകയാണ്. അപ്പോൾ തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം, അതായത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഇയാളെ കൊല്ലുമെന്ന് ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു എന്ന് ബന്ധുക്കളടക്കം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ അൻസിലിന്റെ ഉള്ളിൽ അൻസിൽ പറയുന്നത് 500 ml വിഷമാണ് തന്റെ ഉള്ളിലേക്ക് പോയതെന്നായിരുന്നു അൻസിൽ പറഞ്ഞത്. പക്ഷെ പരിശോധനയിൽ 300 ml എന്നാണ് ഡോക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഉള്ളിൽ വിഷം ചെന്നിട്ടാണ് ഇയാൾ മരിച്ചത് എന്ന് മനസ്സിലാവുന്നുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണ് ഇയാൾ മരിച്ചത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. താൻ വിഷം കൊടുത്തു എന്നൊക്കെ ഈ പെൺകുട്ടി സമ്മതിക്കുന്നുണ്ട്. കാരണം ഈ വീട്ടിൽ നിന്ന് തന്നെ ഈ വിഷത്തിന്റെ കുപ്പിയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു വിഷം വാങ്ങിയത്. അപ്പോൾ ഇവർ തമ്മിൽ വളരെ കാലമായി ഇത്തരത്തിൽ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ എന്തിൽ കലർത്തിയാണ് ഈ വിഷം നൽകിയത് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ വ്യക്തത പറയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടിയേ തീരുകയുള്ളൂ. നമുക്കറിയാം, ഈ ഷാരോൺ വധക്കേസിലായിരുന്നാലും ഇത്തരത്തിൽ പല അറ്റംപ്റ്റുകളും ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടികൾ നടത്തിയിരുന്നു. കാരണം ആദ്യമൊക്കെ ജ്യൂസിൽ ഇത്തരത്തിൽ അതിനു മുന്നേ തന്നെ ഈ പാരസെറ്റാമോള് ജ്യൂസിലൊക്കെ കലർത്തി നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഛർദ്ദിച്ചുകൊണ്ട് ആ ഒരു വിഷത്തെ പുറത്തു കളയാണ് ചെയ്തത്. തുടർന്ന് ജ്യൂസിൽ കീടനാശിനി കലർത്തിക്കൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. പിന്നീട് ഈ പറയുന്ന കണക്കെ ആ ഷാരോണും, അതായത് ഈ അൻസിൽ പറഞ്ഞ കണക്ക് ഷാരോണും സുഹൃത്തിനോട് പറയാണ്, അവൾ എന്നെ ചതിച്ചു, എനിക്ക് വിഷം തന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും മജിസ്ട്രേറ്റിന് മുന്നിൽ പോലും മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയ്ക്കെതിരായിട്ട് ഒന്നും ഷാരോൺ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ചിലപ്പോൾ അത്തരത്തിൽ ഒരു വാർത്ത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം അൻസിൽ പക്ഷെ പോലീസിനെ വിളിക്കുന്നു. പോലീസിനോട് പറയുന്നു തനിക്ക് ഇത്തരത്തിൽ വിഷം തന്നു, തന്നെ രക്ഷപ്പെടുത്തണമെന്നൊക്കെ പോലീസിൽ അറിയിക്കുന്നു. ഈ പെൺകുട്ടി ബന്ധുക്കളെയൊക്കെ വിളിച്ചറിയിക്കുന്നു. അയാൾ ഛർദ്ദിച്ച് അവശനായി കിടപ്പുണ്ട്, അയാൾ വിഷം കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം ഇയാൾ മരിക്കുകയായിരുന്നു. അപ്പൊ അൻസിലിന്റെ ഉമ്മയെ വിളിച്ചാണ് മകനെ വിഷം കൊടുത്തു കൊല്ലുമെന്നൊക്കെ യുവതി പറഞ്ഞതെന്നാണ് ഒരു ബന്ധുവൊക്കെ വെളിപ്പെടുത്തുന്നത്.
അപ്പോ ഇവർ തമ്മിൽ ഈ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ പെൺകുട്ടിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ഒരു ഇതിലേക്ക് കൊലപാതക ശ്രമത്തിലേക്ക് എത്തിയതെന്ന് പറയുന്നു. അപ്പോൾ തികച്ചും നമുക്ക് പറയാം കുടുംബ ബന്ധങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ വിവാഹിതര ബന്ധങ്ങൾ പലപ്പോഴും ഈ കൊലപാതകങ്ങളിലൊക്കെ തന്നെയാണ് കലാശിക്കാറുള്ളത്. കാരണം ഇയാൾക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, മറ്റു കുടുംബമുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലൊരു പെൺസുഹൃത്തുമായിട്ട് ഒരു സൗഹൃദം പുലർത്തുക എന്ന് പറയുമ്പോൾ ന്യായമായും നമുക്ക് ആർക്കും അതിന്റെ നേരെയുള്ള ഒരു ബന്ധമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോ ഇത് ഈ മാത്രമല്ല അൻസിൽ എന്ന് പറയുന്ന വ്യക്തി വിവാഹിതനാണ്, കുട്ടികളുണ്ട്. അതിനിടയിലാണ് പെൺസുഹൃത്തുമായി ബന്ധം. ആ പെൺസുഹൃത്തിന് മറ്റൊരു ബന്ധമുണ്ട് എന്ന സംശയത്തിലാണ് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല ഇവർക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ എന്തായാലും പെൺസുഹൃത്ത് ഇപ്പോൾ കസ്റ്റഡിയിലാണ്, പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഈ അൻസിലിന്റെ ഭാഗത്തു നിന്ന് ഈ പെൺകുട്ടിക്ക് കുറച്ച് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ചില സൂചനകൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ കീടനാശിനി വാങ്ങിയതും അതുപോലെ തന്നെ അതിന്റെ കുപ്പി അടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിർണായക തെളിവായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ പെൺസുഹൃത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ആ തെളിവൊക്കെ കണ്ടെത്തിയത്. ഇനി 29-ാം തീയതിയാണ് അൻസിൽ ഈ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തുന്നത്. അതായത് എന്തോ പ്രശ്നമായിട്ട് വീട്ടിലെത്തുന്നു. 30-ാം തീയതി പുലർച്ചെ ഒരു 4:30 മണിയോടെയാണ് തന്റെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ടെന്ന കാര്യം അൻസിൽ മനസ്സിലാക്കുന്നത്. തുടർന്ന് ബന്ധുക്കളെ വിളിച്ചു വരുത്തി ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ പക്ഷെ ഈ അൻസിലിനെ ഈ പെൺകുട്ടിയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്ന് പറയുന്നുണ്ട്. ഈ അൻസിൽ അങ്ങോട്ട് ചെന്നതല്ല, ഈ പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ഈ അൻസിലിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കാരണം പല കാര്യങ്ങളാണ് ഇതിൽ അങ്ങുമായി ഓരോ വെളിപ്പെടുത്തലുകളൊക്കെ വരുന്നത്. ബന്ധുക്കളൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് ഇതൊരു കൊലപാതക ശ്രമം തന്നെയാണ്, ആ പെൺകുട്ടി തന്നെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഇത്തരത്തിലുള്ള വിവാഹേതര ബന്ധങ്ങൾ പല കുടുംബങ്ങളെ ഇല്ലാതാക്കിയിട്ടേ ഉള്ളൂ. കാരണം ഒരു കുടുംബം നന്നായി പോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു പെൺകുട്ടിയുമായി സൂക്ഷിച്ചിരുന്ന സൗഹൃദം ആ കുടുംബത്തിലുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു. ഇത്തരത്തിൽ ഒരു ദാരുണമായി മരണപ്പെടുക എന്നൊരു അവസ്ഥയിലേക്ക് വന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞിനൊരു അച്ഛനെ നഷ്ടപ്പെടുന്നു, ആ പെൺകുട്ടിക്ക് ഒരു ഭർത്താവ് നഷ്ടപ്പെടുന്നു, ആ ഉമ്മയ്ക്ക് ഒരു മകനെ നഷ്ടപ്പെടുന്നു. അത്തരത്തിൽ പല കാര്യങ്ങളും ഒക്കെയാണ്. ഇത്തരത്തിലുള്ള പല എടുത്തുചാട്ടങ്ങളും കൊണ്ടെത്തിക്കുന്നത് പല വിധങ്ങളിലുള്ള അപകടങ്ങളിലേക്കാണ്. ആ യുവതിക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ യുവതിയുടെ ബന്ധുക്കൾ ആരൊക്കെയാണ്, ഈ യുവതി എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചുള്ള വിവരങ്ങളടക്കം ഇനി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അൻസിൽ ആ ഒരു ആംബുലൻസിലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ആ ബന്ധുവിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പല ദുരൂഹതകൾ അല്ലെ, അത് എന്താണ് സംഭവിച്ചത്, ചിലപ്പോൾ സ്വയം വിഷം അടിച്ചതാകാം, അല്ലെങ്കിൽ ആരായിരിക്കും വിഷം നൽകിയത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളിൽ സങ്കീർണതകൾ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അൻസിലിന്റെ മരണമൊഴിയാണ് ഏറ്റവും നിർണായകമായി മാറിയതും പെൺസുഹൃത്തിനെ കൊടുക്കാൻ സഹായിച്ചതുമൊക്കെ. അപ്പോൾ എന്തായാലും വീണ്ടും അങ്ങനെ സംഭവം ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കുറേയായി ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോ ഈ ഇങ്ങനെ കൊലപ്പെടുത്തുന്നു, ഇപ്പൊ എന്ത് തന്നെ ആയാലും, എന്ത് ദുഷ്ടൻ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഇങ്ങനത്തെ ഒരു ചതിയിലൂടെയുള്ള കൊലപാതകം അല്ലെ, അതൊരിക്കലും പറയുന്നുണ്ട് ചില ദുരനുഭവങ്ങളൊക്കെ ഇയാളെന്ന് നേരിടേണ്ടി വന്നു എന്ന് പറയുന്നത്. ആ ദുരനുഭവങ്ങൾ എത്രത്തോളം അത് ശരിയാണെന്ന് നമുക്കറിയില്ല. കാരണം നമുക്ക് ഒരാളുടെ ഭാഗത്തുനിന്ന് മാത്രം സംസാരിക്കാൻ കഴിയില്ല. അപ്പോ ചിലപ്പോൾ ഇവരുണ്ടായിരുന്ന സ്വകാര്യ നിമിഷങ്ങൾ എന്തെങ്കിലും ചിത്രങ്ങൾ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനോ മറ്റോ ശ്രമിച്ചിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞതിന്റെ എന്തെങ്കിലും തർക്കം നടന്നിട്ടുണ്ടാകാം. അത്തരത്തിൽ എന്ത് തന്നെയായിരുന്നാലും ഏറ്റവും ഒടുവിലായി ഇയാളിൽ നിന്ന് രക്ഷപ്പെടുവാനായി ആ പെൺകുട്ടി ശ്രമിച്ചതിന്റെ വഴിയാകാം ഇത്തരത്തിലൊരു കൊലപാതക ശ്രമം നടന്നെന്നുള്ളതാണ്. പക്ഷെ നേരെ തിരിച്ച് ആ പെൺകുട്ടി മറ്റു തരത്തിൽ ഇയാളെ മിസ്യൂസ് ചെയ്യാനാണ് ശ്രമിച്ചതെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നമുക്ക് പറയാം. കാരണം കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടില്ല പോലീസ്. ഇതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളൂ, യുവതിയുടെ അറസ്റ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സംഭവം കേട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ഷാരോൺ വധക്കേസാണ്. ഷാരോൺ വധക്കേസിൽ കുറച്ചുകൂടി ജെനുവിൻ ആയിരുന്നു അല്ലെ, അതായത് ഭയങ്കരമായ സമാനമായ പല രീതികളും നമുക്ക് ഇതിൽ ആവർത്തിച്ചിട്ടുണ്ട്. കാരണം കീടനാശിനി വിഷം ചൂസ് ചെയ്യുന്നു, അത് ചിലപ്പം എന്തിൽ കലക്കിയാണ് കൊടുത്തിട്ടുള്ളതെന്ന് ആ പെൺകുട്ടി പറഞ്ഞിട്ടില്ല. ഗ്രീഷ്മയിലാണെങ്കിൽ ഗ്രീഷ്മ പലതരത്തിലൊക്കെ ഇത്തരത്തിൽ കീടനാശിനി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ജ്യൂസിൽ വരെ കലർത്തി കൊടുക്കുന്നു. അവസാനം കഷായത്തിൽ കലക്കി കൊടുക്കണം. അതൊരു ചലഞ്ചിങ് ആയിട്ട് പറയാണ്. ഇത്രയും കയ്പുള്ള ഒരു കഷായം നിങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാരോണിനെ പ്രൊവോക്ക് ചെയ്യുന്നു. അപ്പോൾ ഷാരോൺ പറയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ കഴിച്ചു കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കഷായം വാങ്ങിക്കുന്നു, കുടിക്കുന്നു. പക്ഷേ ആ കഷായം വാങ്ങി കുടിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഷാരോൺ ഛർദ്ദിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് നടന്നത്. അതും ഈ ഷാരോണിനെ ഇത്തരത്തിൽ ശാരീരിക ബന്ധം പുലർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രീഷ്മ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുന്നത് പോലും. അപ്പോൾ അത് മാത്രമല്ല ഇവര് ഒരു തരത്തിൽ വിവാഹം ചെയ്തു എന്ന് വരെ പറഞ്ഞതാണ്. ഈ ഷാരോണിന്റെ സ്വന്തം സഹോദരൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഗ്രീഷ്മ ആ കോളേജിൽ പോലും പരിചയപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഒരു സഹോദരനായുള്ള ബന്ധമൊന്നും ആയിരുന്നില്ല ഈ ഗ്രീഷ്മ പുലർത്തിയിരുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ വിവാഹത്തിലാവുന്നു. ഒരു റിസോർട്ടിൽ ഒരു ഭാര്യ ഭർത്താവിനെ പോലെ ജീവിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഒരു പട്ടാളക്കാരന്റെ ഒരു വിവാഹ ആലോചന വരുമ്പോൾ ഇത്തരത്തിൽ ഈ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഷാരോൺ ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് കാണുന്നു. തുടർന്ന് തന്നെ വിവാഹം ചെയ്ത ആദ്യത്തെ ആൾ മരിക്കുമെന്ന് ജ്യോതിഷി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു നാടകം നടക്കുന്നു. ഏറ്റവും ഒടുവിലാണ് ഈ കഷായം കൊടുത്തുകൊണ്ട് ഷാരോണിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ ഷാരോണിന്റെ കേസിൽ ജെനുവിൻ എന്ന് പറഞ്ഞത് ഷാരോൺ ജെനുവിൻ ആയിരുന്നു, ഷാരോണിന്റെ സ്നേഹമൊക്കെ ജെനുവിൻ ആയിരുന്നു. പക്ഷെ ഗ്രീഷ്മയ്ക്ക് അത് അങ്ങനെയല്ലായിരുന്നു. ഗ്രീഷ്മയ്ക്ക് മറ്റ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടപ്പോൾ അവിടേക്ക് പോകണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു പാവം ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ അൻസലിന്റെ ഒരു ഭാര്യയും കുട്ടികളും ഉണ്ട്. എന്നിട്ടും പെൺസുഹൃത്തുമായിട്ടൊരു ബന്ധം തുടരുന്നു. അതിന് പെൺസുഹൃത്തും സമ്മതിക്കുന്നു. അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ. എന്തായാലും എന്തൊക്കെ തന്നെയായാലും കൊലപാതകം അതൊരിക്കലും ഒരു നല്ല രീതിയല്ല. അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ സാധിക്കാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ തക്കതായ ശിക്ഷ കിട്ടട്ടെ അല്ലേ? തെളിവുകളൊന്നും നശിപ്പിക്കപ്പെടാതിരിക്കട്ടെ. നേരായ രീതിയിൽ തന്നെ അന്വേഷണം പോട്ടെ. ഇനി കുടുംബത്തിന്റെ നീക്കം എന്താണെന്ന് അറിയില്ല. അപ്പൊ തീർച്ചയായും ഇപ്പൊ പെൺസുഹൃത്ത് അവരുടെ ബന്ധു തന്നെയാണ്. അപ്പോൾ കുടുംബത്തിന്റെ നീക്കം എന്താണെന്ന് വരും ദിവസങ്ങൾ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നമ്മൾ ഒന്നടങ്കം ആ ഷാരോൺ വധക്കേസൊക്കെ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അത് പലരും പിന്തുടരുന്നു എന്നത് അല്ലെ. ഒരു സാഹചര്യം വരുമ്പോ ഒരിക്കൽ ചെയ്തതും അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യാം എന്നൊരു ഇതായിട്ട് മാറിയിരിക്കുന്നു. ഗ്രീഷ്മ കാട്ടിക്കൊടുത്ത ഒരു വഴിയിലൂടെ പലരും നടക്കുന്നു. അവര് വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം.